മനോരമയുടെ ഒരു മാധ്യമ തെമ്മാടിത്തം നോക്കണേ. ജനാധിപത്യം മാധ്യമധർമ്മം എന്ന പേരിൽ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത എന്ന പേരിൽ അടിച്ചിറക്കുന്ന ശുദ്ധ രാഷ്ട്രീയ തെമ്മാടിത്തം. ഇന്നിപ്പോഴുള്ള ഒരു വാർത്തയാണ്. സംസ്ഥാനത്താകമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ മേയർമാരെയും പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നടക്കുന്ന സന്ദർഭത്തിലാണ് മനോരമയുടെ വാർത്ത. പിണറായി വിജയന്റെ ഒരു ഫോൺ പിടിച്ച ഫോട്ടോയും വെച്ചിട്ട്, ഹലോ രാജേഷ്, പിണറായി വിജയനാണ്, നിയുക്ത മേയറെ വിളിച്ച് മുഖ്യമന്ത്രി. കേട്ടല്ലോ, വായിക്കുന്നവർക്ക് ഉടനടി പിണറായി രാജേഷിനെ അങ്ങോട്ട് വിളിച്ചു. സ്വാഭാവികമായി മനോരമയ്ക്കകത്തിരിക്കുന്ന ആ മാധ്യമ പ്രവർത്തകന്റെ പേരിലിരിക്കുന്ന കൂലിയെഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് BJP CPM ബാന്ധവമെന്ന് ജനങ്ങൾക്ക് തോന്നണം, അല്ലെങ്കിൽ അവർ കുറെ പേരുടെ മനസ്സിൽ തോന്നിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപടി വീണ്ടും സ്ഥാപിക്കണം. ഇനി എന്താണ് യാഥാർത്ഥ്യമെന്ന് കേരളത്തിലെ തന്നെ മാതൃഭൂമി ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേട്ടെ. മുഖ്യമന്ത്രി രാജേഷിനെ വിളിച്ച് വിളിച്ച് അഭിനന്ദനം ആശംസ നേർന്നു എന്ന വിഷയത്തിൽ ഒരു വസ്തുതയിലേക്ക് വരാം. ഒന്ന്, രാജേഷുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ രാജേഷ് തന്നെയാണ് രാജേഷ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം മുഖ്യമന്ത്രി വിളിച്ച് അഭിനന്ദിച്ച കാര്യം പങ്കുവച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് രാജേഷ് താൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നുണ്ട്. ആശംസ തേടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ബന്ധപ്പെട്ടു, 2 തവണ ബന്ധപ്പെട്ടു. ആ 2ാം തവണയാണ്, അതായത് ആദ്യം സ്റ്റാഫുമായി സംസാരിച്ചു, അതിനുശേഷം 2ാം തവണ മുഖ്യമന്ത്രിയെ ഈ സ്റ്റാഫുകൾ ധരിപ്പിച്ചു. ഇങ്ങനെ രാജേഷ് ഫോണിൽ വിളിച്ച കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. മുഖ്യമന്ത്രിയെ ഫോണിൽ സംസാരിച്ചു. അപ്പോൾ താൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യം രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി ആശംസ നേർന്നു. ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇങ്ങനെയാണ്. കേട്ടല്ലോ, എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിയെ രാജേഷ് അങ്ങോട്ട് വിളിക്കുന്നു. ആദ്യ തവണ സ്റ്റാഫ് എടുക്കുന്നു, സംസാരിക്കുന്നു. പിന്നീടും അദ്ദേഹം വിളിക്കുന്നു. സ്റ്റാഫാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്നത്. ആ സന്ദർഭത്തിൽ ഞാൻ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുകയാണ്, മേയർ ആകാൻ പോകുന്നു, ആശീർവാദം വേണം എന്ന തരത്തിൽ മുഖ്യമന്ത്രിയെ വിളിച്ചതിന് ശേഷം അക്കാര്യം മനോരമയെ അറിയിക്കുന്നു. സർവ്വസാധാരണമാണല്ലോ. ഇവരൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മനോരമ ഉടനടി അതിൻ്റെ വസ്തുത അറിയാതെ BJP ബാന്ധവം എന്ന അവരുടെ ഒരു പ്രചരണം അത് വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കാൻ വേണ്ടി തെമ്മാടിത്തം എഴുതി പിടിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തെ മേയറായിട്ട് രാജേഷ് അധികാരമേൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനമേൽക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് വിളിച്ചാൽ രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ തിരിച്ച് മറുപടി പറയും, അല്ലെങ്കിൽ പ്രതികരിക്കും, സംസാരിക്കും. അത് മുഖ്യമന്ത്രി വിളിച്ചു എന്ന രീതിയിൽ വളച്ചൊടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മനോരമയ്ക്കകത്തിരിക്കുന്നവനെ എന്താണ് ചെയ്യേണ്ടത്? കൂലിയെഴുത്തുകാരൻ ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിലൊക്കെ തെമ്മാടിത്തരങ്ങൾ എഴുതി വിടുമ്പോൾ ഉള്ളിൽ കയറി മടൽ കഷായമാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത്. തോന്നിവാസം എഴുതി വിടുന്നതും തോന്നിവാസം എഴുതി പ്രചരിപ്പിക്കുന്നതും അതിൻ്റെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരല്ല അഭിപ്രായ സ്വാതന്ത്ര്യം. എന്ത് തെമ്മാടിത്തവും എന്ത് തോന്നിവാസവും മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്നു എന്ന ഒരൊറ്റ കാരണം വെച്ചിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ, മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ ഇമാതിരി തോന്നിവാസം കാട്ടിയാൽ അത് ചോദിക്കണ്ടേ? എഴുതിയവന് പൊട്ടിക്കണ്ടേ? പൊട്ടിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ വാർത്ത എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ വകവെച്ച് കൊടുക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ പ്രവൃത്തിയുടെ തീവ്രത കൂട്ടിക്കൊണ്ടേ വരത്തുള്ളൂ. കാര്യം, പണം മേടിച്ച് കീശയിലിട്ടതിന് ശേഷം അവർക്ക് അനുകൂലമായി എല്ലാം വളച്ചൊടിച്ചു കൊടുക്കാനുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ PR കമ്പനിയാണെങ്കിൽ നമുക്കത് കണ്ടില്ലെന്നടിക്കാം. പക്ഷേ മാധ്യമ സ്ഥാപനമാണ്, ജനങ്ങളെ വിവരമറിയിക്കേണ്ട സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്തിരുന്ന് ഈ വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരും കാലങ്ങളിൽ ഈ നാടിനോട് കൂടി ചെയ്യുന്ന വലിയ അപരാധമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.